എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 അതുപോലെ തന്നെ +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ എക്സാമിനേഷൻ +2 വിദ്യാർത്ഥികൾക്ക് അത് കെമിസ്ട്രി, ഹിസ്റ്ററി, അതുപോലെ ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, അതുപോലെ ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കെമിസ്ട്രി പോലുള്ള എക്സാമിനേഷൻ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ഈസി ആണോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 16-ാം തീയതി അതായത് ശനിയാഴ്ച നടക്കുന്ന എക്സാമിനേഷൻ +2 വിദ്യാർത്ഥികൾക്ക് ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി എന്നിവയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് +1 വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ എക്സാമിനേഷൻ മാത്തമാറ്റിക്സ്, അതുപോലെ പാർട്ട് 3 ലാംഗ്വേജസ്, സംസ്കൃത്, ശാസ്ത്ര, അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയാണ്. അതുപോലെ 16-ാം തീയതി വിദ്യാർത്ഥികൾക്ക് ഇലക്ട്രോണിക്സ്, അതുപോലെ അതായത് ഇലക്ട്രോണിക് സിസ്റ്റം, അതുപോലെ എക്കണോമിക്സ് എന്നിവയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ എത്രത്തോളം മാർക്ക് നേടാൻ സാധിക്കുമോ അത് നിങ്ങളുടെ തുടർ പഠനത്തിന് അത് അനുകൂലമായിരിക്കും. അതായത് കൂടുതൽ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടർ പഠനം ഗവൺമെൻറ് കോളേജുകളിലൊക്കെ നേടുന്നതിനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്ന അതായത് +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ച് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. ആദ്യം തന്നെ നമുക്ക് +1 വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് +2 വിദ്യാർത്ഥികൾ കോമൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന സംശയങ്ങളുടെ സംശയങ്ങൾ മുഴുവൻ കേൾക്കാം. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ അതായത് ബാക്കി ഭാഗം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ +1 വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. +1 വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നിലവിൽ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത വർഷത്തെ അതായത് മാർച്ച് മാസത്തിലെ അതായത് 2025 +1 വിദ്യാർത്ഥികൾക്ക് പബ്ലിക് എക്സാമിനേഷൻ നടത്തുന്നതിനോടൊപ്പമാണ് ഈ വർഷം +2 അതായത് +1 പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ +1 വിദ്യാർത്ഥികൾക്കുള്ള ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ മാർച്ച് 2025 +1 പരീക്ഷയോടൊപ്പമായിരിക്കും നടക്കുക. നിലവിൽ ആ ഒരു തീരുമാനമാണ് വന്നിട്ടുള്ളത്. ആ ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ വിദ്യാർത്ഥികളെ ആ ഒരു അറിയിക്കുന്നതാണ്. അതുപോലെ DHSC വെബ്സൈറ്റിലും അത് ഏകദേശം ആഗസ്റ്റ് മാസത്തോട് അനുബന്ധിച്ച് ആ ഒരു സമയത്തേക്ക് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ആ ഒരു വെബ്സൈറ്റിലും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ അതായത് +2 വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന കോമൺ ആയിട്ടുള്ള സംശയമാണ്. അതായത് +2 വിദ്യാർത്ഥികൾക്കുള്ള കോമൺ ആയിട്ടുള്ള സംശയമാണ്. ഒന്നാമത്തെ സംശയം സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് അതിൻ്റെ രജിസ്ട്രേഷൻ വരിക എന്നുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംശയമാണ് ഈ ഒരു എക്സാം എപ്പോഴാണ്, അതായത് എക്സാം ഡേറ്റ് എപ്പോഴാണ് ഉണ്ടാവുക. അതുപോലെ മൂന്നാമത് എക്സാമിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക. അതുപോലെ നാലാമതായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേയും അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും അതായത് ഒരു വിദ്യാർത്ഥിക്ക് സേയും അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും രണ്ടും ഒരുമിച്ച് എഴുതാൻ സാധിക്കുമോ. അടുത്തതായിട്ടുള്ള സംശയമാണ് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വിദ്യാർത്ഥിക്ക് എത്ര സബ്ജക്റ്റുകൾ സേ പരീക്ഷ അതുപോലെ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ട് വിദ്യാർത്ഥികൾക്ക് +2 മാർക്ക് കുറയുകയാണെങ്കിൽ സേയോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയോ എഴുതാനായിട്ട് സാധിക്കുമോ എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ റിസൾട്ട് വരുന്ന സമയത്ത് അത് കീമിന് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കീമിൻ്റെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിലേക്കായിട്ട് അപ്ലോഡ് ചെയ്ത് നൽകാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംശയങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ബാക്കി ഭാഗം കാണാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ പറയാം. നിങ്ങളുടെ +2 റിസൾട്ട് എപ്പോഴാണ് വരിക. ആ ഒരു റിസൾട്ട് വന്ന ശേഷം അടുത്ത ദിവസമാണ് സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ശേഷം ഏകദേശം 7 ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് 7 ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് ഏകദേശം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സമയം ലഭിക്കാറുള്ളത്. ചില സമയത്ത് 4 ദിവസമൊക്കെ നൽകാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് +2 റിസൾട്ട് വന്ന ശേഷം അടുത്ത ദിവസം തന്നെ വിദ്യാർത്ഥികൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് DHSC വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലുള്ള ചാനലുകൾ ശ്രദ്ധിച്ച് ഈ ഒരു രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം ഒരു ഡേറ്റ് കഴിഞ്ഞാൽ അതായത് ഏകദേശം ഇപ്പോൾ ഒരാഴ്ച സമയം നൽകിയിട്ട് ആ ഒരു ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് സ്കൂളിൽ നിന്ന് ഫീസോ അല്ലെങ്കിൽ അപേക്ഷയോ സ്വീകരിക്കുന്നതല്ല. അതുപോലെ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഫോം വാങ്ങിക്കുക. അതുപോലെ ഒരു വിഷയത്തിന് 175 രൂപയാണ് ഫീസ് വരിക. അതായത് ഒരു വിഷയത്തിന് 175 രൂപയാണ് വരിക. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് 500 രൂപയാണ് ഫീസ് വരിക. ഇനി ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് എപ്പോഴാണ് എന്നുള്ളത് നോക്കാം. എക്സാം ഡേറ്റ് സാധാരണഗതിയിൽ അപേക്ഷാ ഡേറ്റ് അവസാനിച്ച ശേഷം 25 ദിവസത്തിന് ശേഷമാണ് സാധാരണഗതിയിൽ എക്സാമിനേഷൻ നടത്താറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂൺ അവസാനത്തോടെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. അതായത് ജൂണിൻ്റെ അവസാനത്തെ ആഴ്ചയായിരിക്കും എക്സാമിനേഷൻ നടത്തപ്പെടുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അഥവാ +2 ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ എത്ര സബ്ജക്റ്റ് പരാജയപ്പെട്ടിട്ടുണ്ടോ അതിനനുസരിച്ച് ആ ഒരു സബ്ജക്റ്റുകൾ രജിസ്ട്രേഷൻ ചെയ്ത് പഠിക്കാനായിട്ട് ആരംഭിക്കുക. അതുപോലെ തന്നെ ഈ ഒരു എക്സാം കഴിഞ്ഞ ശേഷം ഇതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളതാണ്. റിസൾട്ട് ഏകദേശം ജൂലൈ ലാസ്റ്റ് വീക്കാണ്. അതിൽ ഏകദേശം 1 മാസത്തിനുള്ളിലാണ് റിസൾട്ട് വരാറുള്ളത്. ചില സമയത്ത് 1 മാസം കഴിഞ്ഞ ശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട്. വാല്യുവേഷനൊക്കെ പെട്ടെന്ന് തന്നെ നടത്താറുണ്ട്. കാരണം വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് ആ ഒരു മാർക്ക് ആവശ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ സെയിം ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് വരാനായിട്ട് അതായത് പെട്ടെന്ന് തന്നെ വാല്യുവേഷൻ നടത്താറുണ്ട്. അപ്പോൾ ആ ഒരു വാല്യുവേഷൻ നടത്തിയ ശേഷം നിങ്ങൾക്ക് ഏകദേശം ജൂലൈ ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോടെ ഈ ഒരു സെയിം ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരാറുണ്ട്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്
ഒരു വിദ്യാർത്ഥിക്ക് സെയും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും എഴുതാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ സെയും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും എഴുതാനായിട്ട് സാധിക്കുന്നതല്ല. ഒരു വിദ്യാർത്ഥിക്ക് ഒന്നുകിൽ സേ പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാം. ഇനി സേ പരീക്ഷയും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും ആർക്കൊക്കെ എഴുതാം എന്നുള്ള കാര്യവും എത്ര രൂപയാണ് ഓരോ പരീക്ഷയ്ക്കുമുള്ള ഫീസ് എന്നുള്ളതും നോക്കാം. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഒരുമിച്ചാണ് നടക്കുക. അതായത് സേ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്കും എക്സാം ഉണ്ടാവും. ഒരേ സമയമാണ് എക്സാം നടത്തുക. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു സേ പരീക്ഷ ഒരു ദിവസം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വേറെ ദിവസമല്ല നടത്തുക. ഇതേപോലെ ഒരു ടൈം ടേബിൾ തരും. ആ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് സേ പരീക്ഷ ഉണ്ടെങ്കിൽ സേ പരീക്ഷ എഴുതുക. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഏതാണോ ഇമ്പ്രൂവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത ആ ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷ എപ്പോഴാണ് അന്നത്തെ ദിവസം പോയിട്ട് പരീക്ഷ എഴുതുക. അതുകൊണ്ട് തന്നെ സേ എഴുതുന്ന വിദ്യാർത്ഥിയും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്കും ഒരേ സമയത്തായിരിക്കും പരീക്ഷ നടത്തപ്പെടുക. അതുപോലെ എക്സാം സെൻറ്ററും ഒരേപോലെ തന്നെയായിരിക്കും. അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള 3 സ്കൂളുകളെ ക്ലബ്ബുകളാക്കി അതിൽ ഏതെങ്കിലും ഒരു സ്കൂളിലാണ് എക്സാം സെൻറ്റർ ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലായിരിക്കും എക്സാമിനേഷൻ നടത്തപ്പെടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആ ഒരു സംശയമാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ് സെയിം ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക എന്നുള്ളത്. സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്കും അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്കും സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രത്യേകിച്ച് ഈ ഒരു പരീക്ഷയുടെ പേരിലും ഫീസിലും മാത്രമേ മാറ്റമുള്ളൂ. അതുപോലെ എത്ര എക്സാം എഴുതാൻ സാധിക്കുമെന്നുള്ളതിൽ മാത്രമേ മാറ്റമുള്ളൂ. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ എക്സാമിൻ്റെ ടൈം ടേബിളും ഒക്കെ സെയിം തന്നെയാണ്. അതായത് മാറ്റമൊന്നുമില്ല. അതുപോലെ പബ്ലിക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല നിങ്ങൾക്ക് സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, അതായത് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ചില അവസരത്തിൽ അപൂർവമായിട്ട് മാത്രമേ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻസ് സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വരാറുള്ളൂ. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ആർക്കൊക്കെ എഴുതാൻ സാധിക്കും എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ സേ പരീക്ഷ ആർക്കൊക്കെ എഴുതാം എന്നുള്ളത് നോക്കാം. സേ എന്ന് പറഞ്ഞാൽ സേവ് എ ഇയർ, അതായത് ഒരു വർഷം ലാഭിക്കുക എന്നുള്ളതാണ്. അത് ഉദ്ദേശത്തിലാണ് ഈ ഒരു സേ പരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ജൂൺ മാസത്തിലാണ് പരീക്ഷ നടക്കുക. രജിസ്ട്രേഷൻ നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത്, ആ ഒരു റിസൾട്ട് വന്ന് ഏകദേശം 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസത്തിന് ശേഷമായിരിക്കും രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരിക. അത് വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധാപൂർവ്വം അത് എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു സേ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് 6 സബ്ജക്റ്റിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ 6 സബ്ജക്റ്റും സേ പരീക്ഷ എഴുതുന്നതിന് യാതൊരുവിധ തടസ്സവും ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് എത്ര വിഷയത്തിലാണോ നിങ്ങൾക്ക് D+ ഗ്രേഡ് കിട്ടാത്തത്, D+ ഗ്രേഡോ അതിന് മുകളിലോ ലഭിക്കാത്തത്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷ എഴുതാം. അതായത് D ഗ്രേഡോ E ഗ്രേഡോ ഒക്കെ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഫെയിൽഡാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് 2 വർഷം കൂടി 36 അല്ലെങ്കിൽ 48 TE മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷ എഴുതാം. നിങ്ങൾക്ക് 6 വിഷയത്തിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ 6 വിഷയവും എഴുതാം. അതുകൊണ്ട് തന്നെ സേ പരീക്ഷ നിങ്ങൾക്ക് എത്ര വിഷയം വേണമെങ്കിലും എഴുതാം. അതുപോലെ എക്സാം നിങ്ങൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. ഈ ഒരു +2-ന് നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഫിസിക്സിന് എഴുതിയപ്പോൾ ഫിസിക്സ് പരീക്ഷ എഴുതിയപ്പോൾ അതായത് ഫിസിക്സ് പരീക്ഷയിൽ +1-ന് നിങ്ങൾക്ക് 16 മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. +2-ന് നിങ്ങൾക്ക് 18 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ +2 പാസ്സായിട്ടുണ്ട്. അപ്പോൾ +1-ൻ്റെ പാഠഭാഗങ്ങളാണോ പരീക്ഷയ്ക്ക് ഉണ്ടാകുക എന്നുള്ളത് ചില വിദ്യാർത്ഥികളെങ്കിലും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പരീക്ഷയുടെ പേര് +2 സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ +2-ൽ നിങ്ങൾ എന്താണോ പഠിച്ചത് അതാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അല്ലാതെ നിങ്ങൾ +1-ന് പഠിച്ച ആ ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗമല്ല ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാവുക. +2-ൻ്റെ ആ ഒരു പാഠഭാഗങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക, അല്ലാതെ +1-ൻ്റേത് ഉണ്ടാവില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ എത്ര മാർക്ക് വാങ്ങിക്കേണ്ടി വരും എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന അടുത്ത സംശയമായിട്ടുള്ളത്. അതിനായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സബ്ജക്റ്റിന് ജയിക്കാനായിട്ട് 36 48 ഏത് മാർക്കാണ് വേണ്ടത്, അത് 36 48 വേണ്ടത് എന്നുള്ളത് നോക്കുക. അപ്പോൾ 36 ആണെങ്കിൽ അല്ലെങ്കിൽ 48 ആണെങ്കിൽ ആ ഒരു മാർക്കിൽ നിന്നും നിങ്ങൾക്ക് +1-ന് ലഭിച്ച മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നിങ്ങൾ ആ ഒരു സേ പരീക്ഷയ്ക്ക് വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത്. ഇനി സേ പരീക്ഷയുടെ ആ ഒരു ഫീസ് എന്ന് പറയുന്നത് 175 രൂപ പെർ സബ്ജക്റ്റാണ്. 6 സബ്ജക്റ്റും ഒരു വിദ്യാർത്ഥിക്ക് സേ പരീക്ഷ D+ കിട്ടിയിട്ടില്ലെങ്കിൽ, D+ ഗ്രേഡോ അതിന് മുകളിലോ കിട്ടിയിട്ടില്ലെങ്കിൽ സേ പരീക്ഷ 6 വിഷയം എഴുതാൻ സാധിക്കും. അതുപോലെ 40 രൂപയാണ് സർട്ടിഫിക്കറ്റ് ഫീസ് വരിക. അപ്പോൾ ഇത്രയുമാണ് സേ പരീക്ഷയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികളുടെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. റെഗുലറായിട്ട് അതായത് ഇപ്പോൾ +2 പഠിച്ചിട്ട് ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. ആകെ ഒരു സബ്ജക്റ്റ് മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുള്ളൂ. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പോൾ 500 രൂപയാണ് ഒരു സബ്ജക്റ്റിനുള്ള ഫീസ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. അപ്പോൾ ആകെ ഒരു സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് +2 വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംശയമാണ് ഈ ഒരു +2-ൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥി ഏത്
അതായത് പ്ലസ് ടുവിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിയോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത്. മാർക്ക് കുറഞ്ഞിട്ടുള്ള, അതായത് പ്ലസ് ടുവിൽ മാർക്ക് കുറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഒരു വിഷയം എഴുതാൻ മാത്രമേ സാധിക്കുള്ളൂ. പ്ലസ് ടുവിൽ ഏതെങ്കിലും സബ്ജക്റ്റുകൾ പരാജയപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ സേ എല്ലാ വിഷയം, അതായത് ഏതൊക്കെ വിഷയങ്ങളാണോ പരാജയപ്പെട്ടുള്ളത് ആ ഒരു വിഷയങ്ങൾ മാത്രം ഈ ഒരു സേ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. അതുപോലെ മാർക്ക് കുറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിഷയവും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള അവസരം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, പ്ലസ് ടുവിൽ ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി സേ ആണോ ഇമ്പ്രൂവ്മെൻ്റ് ആണോ എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റുകൾ പരാജയപ്പെടുകയാണെങ്കിൽ പ്ലസ് ടു ഫെയിൽഡ് ആയിട്ടുള്ള ഏത് സബ്ജക്റ്റാണോ ഫെയിൽഡ് ആയിട്ടുള്ളത് ആ ഒരു വിദ്യാർത്ഥി എഴുതേണ്ട എക്സാമിനേഷനാണ് സേ എക്സാമിനേഷൻ. അതുകൊണ്ടാണ് സേവ് എ ഇയർ എന്നുള്ള എക്സാമിനേഷൻ സേ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ സേ പരീക്ഷയാണ് എഴുതേണ്ടത്. അതേസമയം എല്ലാ സബ്ജക്റ്റും ജയിച്ച ശേഷം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഒരു വിഷയം എഴുതാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ മാർക്ക് കീമിൻ്റെ ആ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എക്സാമിനേഷനാണ് കീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കീം എക്സാമിനേഷനിൽ വിദ്യാർത്ഥികൾക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ മാത്സ് എന്നിവയിൽ നേടണം എന്നുള്ളതാണ്. പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ പേപ്പർ 2 ആയിട്ടുള്ള മാത്സ് എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് ഇത്തവണ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു എക്സാമിനേഷനിൽ വിദ്യാർത്ഥികൾ 10 മാർക്ക് മിനിമം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തേക്ക് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരും. അതുപോലെ ആ ഒരു സമയത്തേക്ക് ഓട്ടോമാറ്റിക്കലി വെബ്സൈറ്റ് നിങ്ങളുടെ മാർക്ക് ഡിറ്റക്ട് ചെയ്യും. അതിനുശേഷം നിങ്ങളത് കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പാക്കിയ ശേഷം കൺഫേം ചെയ്ത് നൽകുകയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ആ ഒരു മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് നൽകുകയാണ് ചെയ്യേണ്ടി വരിക. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ആ ഒരു റിസൾട്ട് നിങ്ങളുടെ ഈ ഒരു കീമിൻ്റെ ആ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമിന് മുൻപ് വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്ത് നൽകാൻ സാധിക്കും. അതുപോലെ ആ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്ത ശേഷമാണ് ഈ ഒരു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് എങ്കിലും വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളുടെ മാർക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതുപോലെ അതിന് മുമ്പായിട്ട് ആ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സേയുടെ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും നിങ്ങളെ പരിഗണിക്കുന്നത് അവർ ഒഴിവാക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷയിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.